ചില പദങ്ങൾ നമുക്ക് വളരെ വലിയ അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഭാഷയിൽ വലിയ വിജ്ഞാനം കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയാമെങ്കിലും ഒരു ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ വ്യാകരണം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ വ്യാകരണത്തിൽ കാര്യമില്ലേ? മാതൃഭാഷ കൊണ്ട് കാര്യമില്ലേ? മാതൃഭാഷ കൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്ന വ്യക്തി വിദേശ ജോലിയാണ്, എവിടെ വേണം ഈ മാതൃഭാഷയും മലയാളം? ബാല മൃണാള തന്തു എന്നൊരു പദമുണ്ട്. അത് കേട്ട കാലം പോലൊക്കെ തോന്നും ഈ ബാല മൃണാള തന്തു, ബാല്യാവസ്ഥ. മൃണാളം എന്ന് പറഞ്ഞ താമര, അതിന്റെ തന്തു, തണ്ട്, അധികം മൂപ്പെത്താത്ത താമരയുടെ തണ്ട്. ഈ വാക്ക്, ഈ നാമം അധികം പ്രയോഗിക്കുക ഏത് കാര്യത്താന്ന് വെച്ചാൽ അതിലൊരു ബലമുണ്ട്. മൂഢന്മാർ എന്നൊരു വിഭാഗമുണ്ട്, മുട്ടാളന്മാർ എന്ന് പറയും. ആ മുട്ടാളന്മാര് അവരെ ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല. ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റാത്ത ജന്മങ്ങൾ ഉണ്ട്. അങ്ങനത്തെ കുട്ടികളുണ്ട്. ഒടുവിൽ അച്ഛനും അമ്മയും അവരെ പറ്റി ഒന്നും പറയില്ല. പിന്നെ ഈ ബാലമൃണാള തന്തുകാരുടെ ബന്ധം ആ താമരയുടെ തണ്ടുകൊണ്ട് കൊമ്പനാനയെ കെട്ടാൻ പറ്റുകയേ ഇല്ല. നിങ്ങൾ ഒരു ശ്രമം നടത്തണ്ട. ആ താമരത്തണ്ട് കയ്യിലുണ്ട്, എന്നിട്ടോ എന്തു വേണം? കൊമ്പനാനെ കെട്ടിയിടാനോ? മെനക്കെടേ വേണ്ട, ചർച്ചയെ വേണ്ട. ബാലമൃണാള തന്തുകൊണ്ട് മൂപ്പറ്റാത്ത താമരയുടെ തണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ബലവുമില്ല. കെട്ടേണ്ടത് കൊമ്പനാണ്. ദുർഗുണങ്ങൾ മാത്രം, എന്നിട്ടൊന്നുമില്ല. ഒരു സൽഗുണവും പറയാനില്ല. ഞാനിത് പറയുമ്പോ എനിക്ക് വേണ്ടപ്പെട്ട ചിലവരുടെ രൂപം എന്റെ മനസ്സിലുണ്ട്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ട്, എന്റെ വീട്ടിൽ എന്നോനെ ഇയാൾ അറിഞ്ഞിട്ടാണോ ഈ വിയാർനാളും പറഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ട്. താമരത്തണ്ടുകൊണ്ട് കൊമ്പനയാനയെ കെട്ടിയിടാൻ പറ്റാത്ത പോലെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാ ഞാൻ പറയല് നിർത്തി എന്ന് പറയാ അച്ഛൻ. കുറേ പറഞ്ഞു. ചിലവർ മരിക്കുമ്പോ ബന്ധുക്കാര് ഏട്ടാനിയന്മാരിനെ പറയാറുണ്ട്. ഞാൻ അവനായിട്ട് മിണ്ടിയിട്ട് 40 കൊല്ലം. വേണ്ടാച്ചിട്ടല്ല, 40 കൊല്ലമായിട്ട് മിണ്ടിയിട്ട് കാര്യമില്ല. ഈ ആനയെ കെട്ടിയിടാൻ നമ്മുടെ മനസ്സാകുന്ന ഈ താമരത്തണ്ടുകൊണ്ട് ആനയെ കെട്ടിയിടാൻ പറ്റുമോ? സ്വഭാവം മാറ്റാൻ പറ്റുമോ? ഇതാണ് രണ്ടാമത്തെ പദപ്രയോഗമാണ് തേൻ സമുദ്രം. നമ്മുടെ കയ്യിൽ ഒരു തുള്ളി തേനുണ്ട്. ഒരു തുള്ളി തേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു തുള്ളി തേനും വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ ജീവിക്കുന്നത്. വളരെ വലിയ വിജ്ഞാനം ഉണ്ടായിട്ടാണോ ഞാൻ ധന്യം ഈ ജീവിതം പറയണത്? അങ്ങനെ ഒരു വിജ്ഞാനവും ഇല്ല. എന്തോ മണ്ടത്തരം ഇങ്ങനെ പറയുകയാണ്. അപ്പൊ എന്താ ഉള്ളത് കയ്യില്? ഒരു തുള്ളി തേൻ. ഒരു തുള്ളി തേന് കൊണ്ട് സമുദ്രത്തെ മധുരതരമാക്കാൻ പറ്റുമോ?
ഈ ലോകം ഒരു സമുദ്രമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? നമ്മൾ നന്മ ഉണ്ടെങ്കിൽ തന്നെ, അല്ലാത്തവരുടെ കാര്യം അതുമില്ല ആവട്ടെ. നമ്മൾ വളരെ മാതൃകാപരമായിട്ട് ജീവിക്കുന്ന, അങ്ങനെയാണെന്ന് അഭിമാനിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തുള്ളിത്തേനാണ്. ലോകം എന്ന് പറഞ്ഞാൽ സംസാര സാഗരമാണ്. അതിനെ മധുരതരമാക്കണം. പറ്റുമോ? സങ്കടപ്പെടുക നല്ലത് അല്ലപ്പോഴും തോന്നാറുണ്ട്. ഇത് കേൾക്കുന്ന പലർക്കും തോന്നും, ഒന്ന് ഞാൻ പറഞ്ഞത് ഇവര് കേട്ടിരുന്നെങ്കിൽ. ഇല്ല, എന്ത് ക്രൂരതയാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോണ, അങ്ങോട്ട് നോക്കണ്ട, കണ്ണടക്കുക. കാരുണ്യം എന്ന് പെണ്ണ് ഇല്ലാതിരിക്കുക. അങ്ങനെയുള്ളവരുണ്ട്. നമ്മളിൽ നന്മയുടെ 100% നന്മയാണെങ്കിലും ഒരു തുള്ളിത്തേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമുദ്രത്തിനെ മാറ്റിമറിക്കാൻ പറ്റും. ശ്രീബുദ്ധൻ മുതൽക്ക് എത്രയോ പേര് ഇവിടെ വന്നു. കൃഷ്ണൻ വന്നു, രാമൻ വന്നു. അവര് പറഞ്ഞ് നമ്മൾ കേൾക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഫോണിൽ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കും. ഇതല്ല ഇതല്ല. തലക്കെട്ട് തോന്നിവാസം കേട്ടാൽ അപ്പം നിർത്തി, അത് കേട്ടു. തോന്നിവാസ തലക്കെട്ട് വന്നാൽ കേട്ടു. ഗുണമുള്ളത് കേൾക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമുള്ളത് കേൾക്കുമോ? ഭ്രാന്ത് എടുത്ത പോലെ ജീവിക്കുന്ന ഒരു വീട്, ആ വീട്ടിൽ 9:30 മണിക്ക് TV ഓൺ ചെയ്തിട്ട് കാണുന്ന ചില കാഴ്ചകളെ പറ്റിയിട്ട് ഞാനൊന്നും പറയണില്ല. ഞാൻ ആ വീട്ടിൽ പെട്ടു. 3 ഡയലോഗ് 3 കഥാപാത്രങ്ങൾ പറഞ്ഞ് കേട്ടപ്പോ തന്നെ എനിക്ക് ആകെ തല കറങ്ങുന്നത് കൊടുത്തു. മകനും ഭാര്യയും അച്ഛനും അമ്മയെ കൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്ന കാര്യമാണ് പറയണത്. ഗർഭസ്ഥ ശിശുവിനെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളൂ. അതുണ്ട്, അതിന് ബുദ്ധിയുണ്ട്, ചിന്തിക്കുന്നുണ്ട്, ഈ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്. വീട്ടിൽ പറയേണ്ട ഡയലോഗാണോ ഇത്? ആഹാരം കഴിക്കേണ്ട നേരവുമായി. 3 ഡയലോഗ് ഇവര് മാറ്റി ഞാൻ കേട്ടപ്പോഴേക്ക് ഞാൻ ഉമ്മർത്തിക്ക് പോയി. ഊണ് കുട്ടി കഴിഞ്ഞ് കഴിക്കാന്ന് പറഞ്ഞു. കാര്യം വെച്ചാൽ ഇത് തീർന്നിട്ട് വേണം വരാൻ. ഇപ്പൊ കേട്ട 2-3 വരി തന്നെ തല വരുന്നു. ഇതാണോ ഇപ്പൊ കേൾക്കേണ്ടത്? ഉള്ള അപസ്മാരം കൂടുകയോ കുറയോ? ഇതാണ് ജീവിതത്തിൽ തേൻ ആവാം നമുക്ക്. പക്ഷെ ഈ സംസാര സാഗരത്തിനെ മുഴുവൻ മധുരതരമാക്കാനായിട്ട് എത്രയോ മഹാന്മാരായ ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ചുറ്റുമുണ്ട്. നമുക്ക് മാറ്റമുണ്ടാക്കാനായിട്ട് കഴിയും. 3, നാം ഒരു പുഷ്പമാണ്. വലിയ പാറ മെറ്റൊക്കെ തുറക്കാൻ വജ്രമണി എന്നുള്ളൊരു സാധനമുണ്ട്. അതുകൊണ്ട് ചിലപ്പം പൊട്ടിക്കാം. ഒരു പുഷ്പദളം കൊണ്ട് പറ്റുമോ? വജ്രമണി ആക്കി മാറ്റാൻ പറ്റുമോ പുഷ്പദളത്തിനെ? പറ്റില്ല. ചിന്തിക്കാൻ വക നൽകുന്ന ധാരാളം കാര്യങ്ങൾ ഈ പദങ്ങളിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ വായിക്കുമ്പോൾ, വായന നമുക്കുണ്ടാകുമ്പോഴും കവിത വായിക്കുമ്പോഴും ഒക്കെ, കവിത വായിക്കുന്നത് നമ്മുടെ ജീവിതമായിട്ട്
ബാലമൃണാളതം. നല്ല പദം. നാം നല്ലവരാണെങ്കിൽ പോലും അതാണ്. പക്ഷെ മതയാനയെ ബന്ധിപ്പിക്കാൻ പറ്റില്ല. ജന്മനാലുള്ള ചില ശീലങ്ങള് ആര് എന്തൊക്കെ പറഞ്ഞിരുന്നാലും മാറ്റില്ല. ആളുകൾ പറയും ആ ശീലമൊന്നും മാറ്റാൻ നന്നായിരുന്നു. മക്കള് പറയും, ഭാര്യ പറയും, നാട്ടുകാർ പറയും. എന്തൊക്കെ ഉണ്ടായാലും ഈ ശീലമൊന്നും മാറ്റിക്കൂടെ? മാറ്റില്ല. ആണുങ്ങളോട് പ്രതികാരം, വാഴുന്ന കാരണവരോട് ചോദിച്ചു എന്താ കല്യാണത്തിന് വരാഞ്ഞ്? തെക്കേപ്പാട്ടവരുടെ കല്യാണല്ലേ, അവിടെ നിൽക്കുക ഒരുത്തനെയും കണ്ടുകൂടാ. കേട്ട ആള് ചോദിച്ചു, അല്ല നിങ്ങളുടെ ബന്ധു വീട്ടിലെ കല്യാണം വടക്കാക്കോട്ടുകാരുടെ കല്യാണത്തിന് വന്നല്ലോ, വടക്കാപ്പാട്ടവരെയും കണ്ടുകൂടാ, അവനോന്റെ വീട്ടുകാരെയും കണ്ടുകൂടാ, മറ്റേ വീട്ടുകാരെയും കണ്ടുകൂടാ. എങ്ങനെ ജീവിക്കുക? ഇങ്ങനെയുള്ളവരുണ്ട്. ഇത് ജീവിത സത്യമാണ്. അന്യമീ ജീവിതത്തിലെ ജീവിത സത്യമാണ് പറയുന്നത്. അപ്പോ ബാലമൃണാള തന്തു ആണ് സജ്ജനങ്ങളൊക്കെ. അവരെന്ത് ചെയ്യാൻ പറ്റും? ഒരു തുള്ളി തേൻ കൊണ്ട് സമുദ്രത്തെ മുഴുവൻ മധുരതരമാക്കാനായിട്ട് കഴിയില്ല. അവരൊരു പുഷ്പത്തിന്റെ ദളമാണ്. ആ പുഷ്പദളം കൊണ്ടൊരു പാറയെ പൊട്ടിക്കാനായിട്ട് കഴിയില്ല. ഇതിനെക്കുറിച്ചാണ് കവിഭാവനയിൽ വാക്കുകൾ ഉപയോഗിച്ചതെന്ന് ചിന്തിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.